ഗുഡ് മോർണിംഗ് ഓൾ. നമുക്കിന്ന് പഠിക്കാനുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് നോക്കിയാലോ? ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് ഈസ് എ പ്രോഗ്രാം ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ ആൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് നീഡ്സ് ആൻഡ് അവൈലബിൾ റിസോഴ്സസ് ഫോർ ദി ഓവറോൾ ഡെവലപ്മെൻറ്റ് ആൻഡ് സക്സസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് വേണ്ടിക്കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്ലാനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് എന്ന് പറയുന്നത്. അവിടെ പ്രധാനമായിക്കൊണ്ടും എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നീഡ്സുകളും അവൈലബിൾ റിസോഴ്സസിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് നടത്തുന്നത്. അതുപോലെ തന്നെ എ പ്ലാൻ വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ദി ബേസിസ് ഓഫ് ഇറ്റ്സ് ഫെൽറ്റ് നീഡ്സ്, അതായത് അതിൻ്റെ നീഡ്സിന് അനുസരിച്ചാണ് നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും പ്ലാനുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. Then achievement of the best possible result in the existing social and physical condition of the institution, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അച്ചീവ്മെൻറ്റ്, അതായത് ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് നടത്തുന്നത്. ദെൻ പ്രോഗ്രസീവ് റിഫോം ഇൻ ടെക്നിക്, മെറ്റീരിയൽസ്, റിസോഴ്സസ് എക്സെട്ര, അതായത് ടെക്നിക്കുകളിൽ, മെറ്റീരിയൽസിൽ, അതുപോലെ തന്നെ റിസോഴ്സസിലൊക്കെ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് അവിടെ വരുത്തുന്നു. ദെൻ ബെസ്റ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ടാലൻസ്, ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ടാലൻറ്റുകൾ അത് കൃത്യമായിക്കൊണ്ട് യൂട്ടിലൈസ് ചെയ്യാനും ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് ഫെസിലിറ്റീസ് സച്ച് ആസ് ബിൽഡിംഗ്, ലൈബ്രറി, ലബോറട്ടറി എക്സെട്ര, നമ്മുടെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ലൈബ്രറികൾ, ലബോറട്ടറികൾ, ബിൽഡിങ് എന്നിവയുടെ മാക്സിമം യൂട്ടിലൈസേഷനും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് നമ്മളെ സഹായിക്കുന്നുണ്ട്.